വരാൻ പറഞ്ഞത്? ഇനി മുതൽ ദിവസവും നിന്നെ കാണണമെന്ന് പറയാം. എന്താ ഞാൻ പറഞ്ഞ വരില്ലേ? അതെനിക്കറിയില്ല. ഞാൻ എന്തായാലും എൻ്റെ അപ്പനും അണ്ണനും തന്നോട് ദേഷ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ അടിക്കടി കാണുന്ന കാര്യം അവരെങ്ങാനും അറിഞ്ഞാൽ. സത്യം പറയാലോ, നിന്റെ അച്ഛനെയോ അണ്ണനെയോ ഓർത്ത് ഞാൻ വളരെ അഭിമാനിക്കുന്നു. കയ്യിൽ കോടികളുണ്ടായിട്ടും എൻ്റെ അച്ഛൻ ഇപ്പോഴും പണത്തിന് വേണ്ടി ആദ്യമെടുത്ത് ഓടുകയാണ്. എന്നാൽ പഞ്ഞവും പട്ടിണിയുമായി കഴിയുന്ന നിന്റെ അണ്ണൻ പാവപ്പെട്ടവർക്കായി കഷ്ടപ്പെടുന്നു. രാമുവിൻ്റെ മനസ്സിലെ നന്മയുടെ കാൽഭാഗം വരില്ല എൻ്റെ അച്ഛനും കൂടെയുള്ള അഴിമതിക്കാരും ചേർന്ന് നിന്നാൽ. നിന്റെ അണ്ണനെ ഞാൻ വിലമതിക്കുന്നു. ആ നല്ല മനസ്സ് മാത്രം കണ്ടിട്ടല്ല, ആ ധൈര്യം കണ്ടിട്ട്. എൻ്റെ അച്ഛനയച്ച ഗുണ്ടകളെല്ലാം അടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞില്ലേ? നിന്റെ അച്ഛനെയും അണ്ണനെയും പോലെ എനിക്ക് ആരുമില്ല. തനിക്ക് അച്ഛനുണ്ടല്ലോ, അതും വലിയ പേരുള്ള മന്ത്രി. പേരുള്ള ആളാണ്, പക്ഷേ നിന്റെ അച്ഛനും അണ്ണനും ഒക്കെ നിന്നോട് എന്തൊരു സ്നേഹമാണ്. അങ്ങനെ ആരും എനിക്കില്ലല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, അതെന്റെ സ്വന്തം അപ്പനും അല്ല, രാമു എൻ്റെ സ്വന്തം അണ്ണനും അല്ല. എൻ്റെ ചെറിയ വയസ്സിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിശക്കുന്ന അമ്മേ, അമ്മേ വിശക്കുന്നു, അമ്മേ വിശക്കുന്നു, എനിക്കും കൂടി എന്തെങ്കിലും താ അമ്മേ, വിശന്നിട്ടാണമ്മേ. ആ ചട്ടയെടുത്ത് അടുപ്പിൽ വെക്കടി. നാളെ ഉത്സവമുള്ളതല്ലേ, 4 കാശുണ്ടാക്കാനുള്ളതാ. അമ്മ വേണ്ട അമ്മേ, എനിക്ക് വിശന്നിട്ടാ അമ്മേ. അയം നോക്കടി. അമ്മ വേണ്ട അമ്മേ, എനിക്ക് വിശന്നിട്ടാ അമ്മേ. ഇതാ അമ്മ വേണ്ട അമ്മേ, അമ്മ വേണ്ട അമ്മേ, അമ്മ വേണ്ട, അമ്മ വേണ്ട.